അധ്യായം 4. തടസ്സപ്പെട്ട എൻ്റെ ഹിമാലയ പലായനം. എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് നിന്റെ ക്ലാസ് മുറി വിട്ടുപോയി ഒരു കുതിരവണ്ടി വിളിക്കുക. ഇടവഴിയിൽ എൻ്റെ വീട്ടിലെ ആരും കാണാത്ത ഒരു സ്ഥലത്ത് വന്നു നിൽക്കുക. എൻ്റെ കൂടെ ഹിമാലയത്തിലേക്ക് വരാൻ പരിപാടിയിട്ടിരുന്ന എൻ്റെ ഹൈസ്കൂൾ സുഹൃത്ത് അമർ മിത്തറിന് ഞാൻ നൽകിയ അവസാന നിർദ്ദേശങ്ങളായിരുന്നു ഇവ. അടുത്ത ദിവസമാണ് ഒളിച്ചോട്ടത്തിന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ അനന്തദ ജാഗ്രതയോടെ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നതിനാൽ മുൻകരുതലുകൾ വേണ്ടിയിരുന്നു. എൻ്റെ മനസ്സിൽ മുന്നിട്ട് നിന്നിരുന്നു എന്ന് അദ്ദേഹം സംശയിച്ചിരുന്ന എൻ്റെ രക്ഷപ്പെടൽ പദ്ധതികൾ തകർക്കാൻ ജ്യേഷ്ഠൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മാന്ത്രിക ഏലസ് ഒരു ആത്മീയ ഉത്പ്രേരകം പോലെ എൻ്റെ ഉള്ളിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ദർശനങ്ങളിൽ പലപ്പോഴും പ്രത്യക്ഷനായ എൻ്റെ ഗുരുവിനെ മഞ്ഞുമൂടിയ ഹിമാലയത്തിൽ കണ്ടെത്താമെന്ന് ഞാൻ ആശിച്ചു. കൊൽക്കത്തയിലേക്ക് അച്ഛന് സ്ഥിരം സ്ഥലം മാറ്റം കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം അക്കാലത്ത് അവിടെയാണ് താമസിച്ചിരുന്നത്. ഭാരതീയ പിതൃദായ ക്രമ ആചാരപ്രകാരം അനന്തദ തൻ്റെ വധുവിനെ താമസത്തിനായി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. അവിടെ മച്ചിൻപുറത്തുള്ള ഒരു ചെറിയ മുറിയിൽ ഞാൻ ദൈനംദിന ധ്യാനത്തിൽ മുഴുകി എൻ്റെ മനസ്സിനെ ഈശ്വരാന്വേഷണത്തിന് തയ്യാറാക്കി. മറക്കാനാവാത്ത ആ പ്രഭാതം ദുശകുനമായ മഴയോടെയാണ് വന്നെത്തിയത്. അമറിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് ഞാൻ ഒരു കമ്പിളിപ്പുതപ്പും ഒരു ജോഡി പാദരക്ഷയും 2 ഒറ്റമുണ്ടുകളും ഒരു ജപമാലയും ലാഹിരി മഹാശയൻ്റെ ചിത്രവും ഒരു ഭഗവത്ഗീതയും ധൃതിയിൽ പൊതിഞ്ഞുകെട്ടി. ഈ ഭാണ്ഡക്കെട്ട് 3-ാം നിലയിലെ ജനാലയിലൂടെ താഴേക്കെറിഞ്ഞു. ഞാൻ ഗോവണിപ്പടികൾ ഓടിയിറങ്ങി വാതിൽക്കൽ മത്സ്യം വാങ്ങിക്കൊണ്ടു നിന്ന ചെറിയച്ഛനെ കടന്നുപോയി. എന്താ ഇത്ര ആവേശം? അദ്ദേഹം സംശയത്തോടെ എന്നെ അടിമുടി നോക്കി. നേരിട്ട് ഒരുത്തരം കൊടുക്കാതെ ചിരിച്ചുകൊണ്ട് ഞാൻ ഇടവഴിയിലേക്ക് നടന്നു. എൻ്റെ ഭാണ്ഡം വീണ്ടെടുത്തുകൊണ്ട് ഒരു ഗൂഢാലോചനക്കാരൻ്റെ ജാഗ്രതയോടെ ഞാൻ അമറിൻ്റെ കൂടെ കൂടി. കമ്പോളമായ ചാന്ദിനി ചൗക്കിലേക്ക് വണ്ടി വിട്ടു. ലഘുഭക്ഷണത്തിനായി തന്നിരുന്ന പണം മാസങ്ങളായി ഇംഗ്ലീഷ് വസ്ത്രങ്ങൾ വാങ്ങാൻ ഞങ്ങൾ മാറ്റിവച്ചിരുന്നു. എൻ്റെ സമർത്ഥനായ ജ്യേഷ്ഠന് ഒരു കുറ്റാന്വേഷണ വിദഗ്ധനെപ്പോലെ പെരുമാറാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് യൂറോപ്യൻ വേഷം ധരിച്ച് അദ്ദേഹത്തെ കടത്തിവെട്ടാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ജതിൻദ എന്ന് ഞാൻ വിളിച്ചിരുന്ന എൻ്റെ കസിൻ സഹോദരൻ ജതിൻ ഘോഷിനു വേണ്ടി സ്റ്റേഷനിലേക്കുള്ള മാർഗമധ്യേ ഞങ്ങൾ വണ്ടി നിർത്തി. സമീപകാലത്ത് മാത്രം ഞങ്ങളോടൊപ്പം ചേർന്ന അദ്ദേഹവും ഒരു ഹിമാലയൻ ഗുരുവിൻ്റെ ശിഷ്യത്വം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ കരുതിയിരുന്ന പുതിയ വേഷം അയാളും ധരിച്ചു. ശരിക്കും വേഷപ്രച്ഛന്നരായി എന്ന് ഞങ്ങൾ സമാശ്വസിച്ചു. ആഹ്ലാദത്തിമിർപ്പ് ഞങ്ങളുടെ ഹൃദയത്തെ കൈയടക്കി. ഇനി നമുക്ക് ആകെ വേണ്ടത് ക്യാൻവാസ് ഷൂസുകൾ മാത്രമാണ്. റബ്ബർ സോളുള്ള ചെരുപ്പുകൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു കടയിലേക്ക് എൻ്റെ ചങ്ങാതിമാരെ ഞാൻ നയിച്ചു. മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ മാത്രം ലഭിക്കുന്ന തോൽ കൊണ്ടുള്ള സാധനങ്ങൾ ഈ വിശുദ്ധയാത്രയ്ക്ക് പാടില്ല. ഭഗവത്ഗീതയുടെ തോലുറയും ഇംഗ്ലീഷ് തൊപ്പിയുടെ തോൽവള്ളികളും അഴിച്ചുമാറ്റാൻ ഞാൻ വഴിയിൽ നിന്നു. സ്റ്റേഷനിൽ വച്ച് ഞങ്ങൾ ബർദ്വാനിലേക്ക് ടിക്കറ്റ് വാങ്ങി. അവിടെ നിന്ന് ഹിമാലയ താഴ്വരയിലെ ഹരിദ്വാറിലേക്ക് വണ്ടി മാറിക്കയറാമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു. തീവണ്ടിയും ഞങ്ങളെപ്പോലെ ഓടിത്തുടങ്ങിയപ്പോൾ എൻ്റെ ചില മഹത്തായ പ്രതീക്ഷകൾക്ക് ഞാൻ വാക്കുകൾ നൽകി. ഒന്ന് ഓർത്തു നോക്കൂ, ഞാൻ ആവേശത്തോടെ പറഞ്ഞു. ആചാര്യന്മാർ നമുക്ക് ദീക്ഷ തരും. നാം സമാധി അനുഭവിച്ചറിയും. ഹിമാലയത്തിലെ വന്യമൃഗങ്ങൾ മെരുങ്ങി അടുത്തു വരത്തക്കവണ്ണം നമ്മുടെ ശരീരത്തിൽ ഒരു മാസ്മര ശക്തി നിറയും. കടുവകൾ ചക്കിപ്പൂച്ചകളെപ്പോലെ നമ്മുടെ ലാളന കാത്തുനിൽക്കും.
ആലങ്കാരികമായും വാച്യാർത്ഥത്തിലും മനം മയക്കുന്ന ഒരു സാധ്യത ചിത്രീകരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ച ഈ പ്രസ്താവം അമറിൽ ആഹ്ലാദം തുളുമ്പുന്ന ഒരു പുഞ്ചിരി വിടർത്തി. പക്ഷേ ജതിൻദ മുഖം വെട്ടിച്ചുകൊണ്ട് വിരണ്ടെന്ന പോലെ ഓടിയകലുന്ന പ്രകൃതി ദൃശ്യത്തിലേക്ക് ജനാലയിലൂടെ തൻ്റെ നോട്ടം തിരിച്ചുവിട്ടു. പണം 3 ഭാഗിക്കാം. ഈ നിർദ്ദേശം കൊണ്ട് ജതിൻദ ഒരു നീണ്ട നിശബ്ദത ഭഞ്ജിച്ചു. ഓരോരുത്തരും അവനവൻ്റെ ടിക്കറ്റ് ബർദ്വാനിൽ വച്ച് വാങ്ങണം. നാം ഒന്നിച്ചോടിപ്പോകുകയാണെന്ന് അപ്പോൾ സ്റ്റേഷനിൽ ആരും വിചാരിക്കുകയില്ല. ഒന്നും സംശയിക്കാതെ ഞാൻ സമ്മതിച്ചു. സന്ധ്യയ്ക്ക് തീവണ്ടി ബർദ്വാനിൽ നിന്നു. ജതിൻദ ടിക്കറ്റ് ഓഫീസിൽ കയറി. അമറും ഞാനും പ്ലാറ്റ്ഫോമിൽ ഇരുന്നു. ഞങ്ങൾ 15 മിനിറ്റ് കാത്തു. അതിനുശേഷം നിഷ്ഫലമായ അന്വേഷണങ്ങൾ നടത്തി. ജതിൻദായുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വെപ്രാളത്തോടെ എല്ലായിടവും തിരഞ്ഞു. പക്ഷേ അയാൾ ആ ചെറിയ സ്റ്റേഷനെ പൊതിഞ്ഞ അജ്ഞാതമായ ഇരുണ്ട പരിസരത്ത് മറഞ്ഞുകഴിഞ്ഞിരുന്നു. വല്ലാത്ത ഒരു ആഘാതത്തിൽ മരവിച്ച എൻ്റെ സപ്തനാഡികളും ആകെ തളർന്നു. ക്ലേശിപ്പിക്കുന്ന ഇത്തരം ഒരു അനുഭവം ഈശ്വരൻ അനുവദിച്ചല്ലോ. ഈശ്വരനെ തേടിയുള്ള ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ എൻ്റെ ആദ്യത്തെ ഒളിച്ചോട്ടത്തിൻ്റെ മധുരോദാരമായ വേള ക്രൂരമായി അലങ്കോലമാക്കപ്പെട്ടു. അമർ, നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ കരയുകയായിരുന്നു. ജതിൻദായുടെ ഹൃദയശൂന്യമായ പിരിഞ്ഞുപോക്ക് ഒരു ദുശ്ശകുനമാണ്. ഈ യാത്ര പരാജയപ്പെടുകയേ ഉള്ളൂ. ഇതാണോ നിന്റെ ഈശ്വരഭക്തി? ഒരു ചതിയനായ കൂട്ടുകാരൻ്റെ ചെറിയ ഒരു പരീക്ഷണം നിനക്ക് താങ്ങാനാവില്ലേ? ഈശ്വരൻ്റെ പരീക്ഷണം എന്ന അമറിൻ്റെ സൂചനയിൽ എൻ്റെ ഹൃദയം ചാഞ്ചല്യം വെടിഞ്ഞു. ബർദ്വാനിലെ വിശിഷ്ട മധുരപലഹാരങ്ങളായ സീതാഭോഗും മോത്തിച്ചൂറും കഴിച്ച് ഞങ്ങൾ ഉന്മേഷം വീണ്ടെടുത്തു. മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ ബറേലി വഴി ഹരിദ്വാറിലേക്ക് വണ്ടി കയറി. അടുത്ത ദിവസം മുഗൾ സരായിയിൽ വെച്ച് ട്രെയിൻ മാറുവാൻ പ്ലാറ്റ്ഫോമിൽ കാത്തിരുന്നപ്പോൾ ഒരു സുപ്രധാന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. അമർ, റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ താമസിയാതെ നമ്മെ സൂക്ഷ്മമായി ചോദ്യം ചെയ്യാൻ ഇടയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ബുദ്ധിവൈഭവം കുറച്ചു കാണരുതല്ലോ. എന്തു വന്നാലും ഞാൻ കള്ളം പറയുകയില്ല. മുകുന്ദ, നീ അനങ്ങാതെ ഒന്ന് വെറുതെ ഇരുന്നാൽ മതി. ഞാൻ സംസാരിക്കുമ്പോൾ ചിരിക്കുകയോ പല്ലു കാണിക്കുകയോ ചെയ്യരുത്. ആ ക്ഷണത്തിൽ ഒരു യൂറോപ്യൻ സ്റ്റേഷൻ ഏജന്റ് എന്നെ സമീപിച്ചു. അദ്ദേഹം നീട്ടിക്കാണിച്ച കമ്പി സന്ദേശത്തിൻ്റെ അർത്ഥം ഉടനെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ വീട്ടിൽ നിന്ന് പിണങ്ങി ഒളിച്ചോടുകയാണോ? അല്ല. അദ്ദേഹം തിരഞ്ഞെടുത്ത വാക്കുകൾ ഉറച്ച ഒരു മറുപടി കൊടുക്കാൻ അനുവദിച്ചതിൽ ഞാൻ സന്തോഷിച്ചു. എൻ്റെ അസാധാരണമായ പെരുമാറ്റത്തിന് കാരണം ദേഷ്യമല്ല, അതിദിവ്യമായ ഒരു വിഷാദഭാവമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥൻ പിന്നെ അമറിനോട് തിരിഞ്ഞു. തുടർന്നുണ്ടായ ബുദ്ധിപരമായ ദ്വന്ദ്വയുദ്ധം അമർ ഉപദേശിച്ച നിസ്സംഗമായ ഗൗരവം പുലർത്തുന്നതിന് എന്നെ തീരെ അനുവദിച്ചില്ല. മൂന്നാമത്തെ പയ്യൻ എവിടെ? തൻ്റെ ശബ്ദത്തിൽ അധികാരത്തിൻ്റെ മുഴുവൻ ധ്വനിയും വരുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ഒളിക്കേണ്ട, സത്യം പറയൂ. സർ, നിങ്ങൾ കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ എന്ന് കണ്ടുകൂടെ? അമർ കൂസലില്ലാതെ പുഞ്ചിരിച്ചു. ഞാനൊരു മാന്ത്രികനല്ല മൂന്നാമതൊരു കുട്ടിയെ സൃഷ്ടിക്കാൻ. ഈ മര്യാദകേടിൽ വ്യക്തമായും കുഴങ്ങിയ ഉദ്യോഗസ്ഥൻ വേറൊരു സമരമുഖം തേടി. നിന്റെ പേരെന്താണ്? തോമസ് എന്നാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ അമ്മ ഇംഗ്ലീഷുകാരിയും അച്ഛൻ മതം മാറിയ ഇന്ത്യൻ ക്രിസ്ത്യാനിയുമാണ്. നിന്റെ കൂട്ടുകാരൻ്റെ പേരെന്താണ്? തോംസൺ എന്നാണ് ഞാനവനെ വിളിക്കുന്നത്. ഇത്രയുമായപ്പോൾ എൻ്റെ ഉള്ളിലെ ചിരി അടക്കാനാവാത്ത നിലയിലെത്തി. ഞാൻ ഉപചാരമൊന്നും കൂടാതെ വേഗം തീവണ്ടിയിലേക്ക് നീങ്ങി. ദൈവാധീനം കൊണ്ട് വണ്ടി നീങ്ങാൻ ചൂളം വിളിക്കുകയായിരുന്നു. അമർ ഉദ്യോഗസ്ഥനുമായി പുറകെ എത്തി. കഥ വിശ്വസിച്ച അദ്ദേഹം
ദയാപൂർവം ഞങ്ങളെ ഒരു യൂറോപ്യൻ കമ്പാർട്ട്മെൻറ്റിലാക്കി. പാതി ഇംഗ്ലീഷുകാരായ 2 കുട്ടികൾ സ്വദേശികൾക്കുള്ള വിഭാഗത്തിൽ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തെ സ്പഷ്ടമായും വേദനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭവ്യമായ വിടവാങ്ങലിന് ശേഷം ഞാൻ സീറ്റിൽ മലർന്നു കിടന്ന് തകർത്തു ചിരിച്ചു. പരിചയസമ്പന്നനായ ഒരു യൂറോപ്യൻ ഉദ്യോഗസ്ഥനെ കടത്തിവെട്ടിയതിലുള്ള ആത്മസംതൃപ്തി അമറിൽ തെളിഞ്ഞു നിന്നു. അനന്തതായുടെ കമ്പി സന്ദേശം പ്ലാറ്റ്ഫോമിൽ വെച്ച് സൂത്രത്തിൽ വായിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിങ്ങനെയായിരുന്നു: മുഗൾ സരായി വഴി ഹരിദ്വാറിലേക്ക് വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്ന ഇംഗ്ലീഷ് വേഷത്തിലുള്ള 3 ബംഗാളി ആൺകുട്ടികൾ. ഞാൻ എത്തുന്നതുവരെ അവരെ തടഞ്ഞു വയ്ക്കുക. സേവനത്തിന് തക്ക പ്രതിഫലം. അമർ, ഞാൻ പറഞ്ഞില്ലേ, അടയാളപ്പെടുത്തിയ റെയിൽവേ സമയവിവര പട്ടിക വീട്ടിൽ ഇട്ടേക്കരുതെന്ന്. ജ്യേഷ്ഠൻ അതിലൊന്ന് കണ്ടു കാണും. എൻ്റെ നോട്ടം കുറ്റപ്പെടുത്തുന്നതായിരുന്നു. എൻ്റെ ആക്രമണം സുഹൃത്ത് ജാള്യതയോടെ സഹിച്ചു. ഞങ്ങൾ ബറേലിയിൽ അല്പസമയം തങ്ങി. അവിടെ ദ്വാരകാ പ്രസാദ് അനന്തൻ്റെ ഒരു കമ്പി സന്ദേശവുമായി ഞങ്ങളെ കാത്തുനിന്നിരുന്നു. ഞങ്ങളെ തടഞ്ഞു നിർത്താൻ ദ്വാരക ധീരതയോടെ പരിശ്രമിച്ചു. ഞങ്ങൾ ലാഘവബുദ്ധിയോടെയല്ല ഇറങ്ങിത്തിരിച്ചതെന്ന് ഞാൻ അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. മുമ്പൊരിക്കൽ എന്ന പോലെ ഹിമാലയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള എൻ്റെ ക്ഷണം ദ്വാരക നിരസിച്ചു. അന്ന് രാത്രി ഞങ്ങളുടെ വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നപ്പോൾ ഞാൻ ഒരു പാതി ഉറക്കത്തിലായിരുന്നു. മറ്റൊരു ഉദ്യോഗസ്ഥൻ അമറിനെ വിളിച്ചുണർത്തി ചോദ്യം ചെയ്തു. തോമസിൻ്റെയും തോംസന്റെയും സങ്കരവർഗ മാന്ത്രിക ശക്തിക്ക് അദ്ദേഹവും ഇരയായി. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വിജയാഹ്ലാദത്തോടെ അടുത്ത പ്രഭാതത്തിൽ ഹരിദ്വാറിൽ ഞങ്ങളെ എത്തിച്ചു. മനോജ്ഞമായ പർവ്വതനിരകൾ ഞങ്ങളെ മാടി വിളിച്ചുകൊണ്ട് വിദൂരതയിൽ തലയുയർത്തി നിന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ധൃതിയിൽ പുറത്തു വന്ന് പട്ടണത്തിലെ ആൾത്തിരക്കിനിടയിൽ സ്വാതന്ത്ര്യം നേടി. ഞങ്ങളുടെ യൂറോപ്യൻ വേഷത്തിൻ്റെ മറ അനന്തത എങ്ങനെയോ മാറ്റിയെടുത്തതുകൊണ്ട് നാട്ടുവസ്ത്രങ്ങൾ ധരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ നടപടി. പിടിക്കപ്പെടുമെന്ന ദുശ്ശങ്ക മനസ്സിന് ഭാരം വളർത്തി. ഹരിദ്വാർ ഉടനെ വിടുന്നതായിരിക്കും ബുദ്ധിയെന്ന് കരുതി വടക്കോട്ട് അനേകം യതീന്ദ്രന്മാരുടെ പാദസ്പർശത്താൽ വിശുദ്ധമായ ഋഷികേശത്തേക്ക് തിരിക്കാൻ ഞങ്ങൾ ടിക്കറ്റ് വാങ്ങി. ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു. പക്ഷേ അമർ പുറകിലുള്ള പ്ലാറ്റ്ഫോമിലേ എത്തിയിരുന്നുള്ളൂ. ഒരു പോലീസുകാരൻ്റെ ഉച്ചത്തിലുള്ള വിളികേട്ട് അവൻ പെട്ടെന്ന് നിന്നു. അസ്വീകാരനായ ആ രക്ഷാകർത്താവ് ഞങ്ങളെ ഒരു പോലീസ് സ്റ്റേഷൻ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കയ്യിലിരുന്ന പണവും ഏറ്റുവാങ്ങി. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വന്നെത്തുന്നതുവരെ ഞങ്ങളെ തടഞ്ഞു വയ്ക്കുക എന്നത് തൻ്റെ കർത്തവ്യമാണെന്ന് അദ്ദേഹം മര്യാദയായി വിശദീകരിച്ചു. ഒളിച്ചോട്ടക്കാരുടെ ലക്ഷ്യസ്ഥാനം ഹിമാലയമാണെന്നറിഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ ആശ്ചര്യജനകമായ ഒരു കഥ പറഞ്ഞു. നിങ്ങൾക്ക് താപസന്മാരിൽ വലിയ കമ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇന്നലെ കണ്ട പുണ്യാത്മാവിനേക്കാൾ മഹാനായ ഒരു ദൈവജ്ഞനെ നിങ്ങൾ ഒരിക്കലും കാണുകയില്ല. എൻ്റെ സഹ ഉദ്യോഗസ്ഥനും ഞാനും അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് 5 ദിവസം മുമ്പാണ്. ഒരു കൊലയാളിയെ ശ്രദ്ധാപൂർവം തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗംഗാതീരത്ത് പാറാവ് നടത്തുകയായിരുന്നു. അവനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുവാനായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം. തീർത്ഥാടകരെ കൊള്ളയടിക്കാൻ അവൻ സന്യാസി വേഷത്തിൽ നടക്കുന്നുവെന്ന് പരക്കെ അറിയപ്പെടുന്നു. കുറ്റവാളിയെപ്പറ്റി ലഭിച്ച വിവരത്തിന് യോജിക്കുന്ന രൂപത്തിൽ ഒരാളെ ഞങ്ങൾ തൊട്ടു മുമ്പിലായി കണ്ടു. നിൽക്കാനുള്ള ഞങ്ങളുടെ ആജ്ഞ അയാൾ കൂട്ടാക്കിയില്ല. ഞങ്ങൾ അയാളെ കീഴ്പ്പെടുത്തുവാനോടി. അയാളുടെ തൊട്ടു പിന്നിലെത്തിയപ്പോൾ എൻ്റെ മഴു അതിശക്തിയായി ഞാൻ പ്രയോഗിച്ചു. അയാളുടെ വലത് കൈ പൂർണ്ണമായി അറ്റുപോയി. ആശ്ചര്യമെന്ന് പറയട്ടെ, ഒച്ച വയ്ക്കുകയോ തൻ്റെ ഭീകരമായ മുറിവിൽ ഒന്ന് നോക്കുകയോ ചെയ്യാതെ ആ അപരിചിതൻ വേഗത്തിലുള്ള തൻ്റെ നടത്ത തുടർന്നു. ഞങ്ങൾ
അയാളുടെ മുമ്പിൽ ചാടി വീണപ്പോൾ അയാൾ ശാന്തമായി പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന കൊലപ്പുള്ളി ഞാനല്ല. ദിവ്യനായി കാണപ്പെട്ട ഒരു യോഗിയുടെ ശരീരത്തെ വെട്ടിമുറിവേൽപ്പിക്കാനിടയായതിൽ ഞാൻ നന്നേ വ്യാകുലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം വീണ് ക്ഷമയാചിച്ചു. കടുത്ത രക്തസ്രാവം തടയാൻ എൻ്റെ തലപ്പാവ് വച്ചു നീട്ടി. മകനെ, അത് നിന്റെ ഭാഗത്തു നിന്നുണ്ടായ മനസ്സിലാക്കാവുന്ന ഒരു തെറ്റു മാത്രമാണ്. ആ പുണ്യാത്മാവ് എന്നെ ആർദ്രതയോടെ നോക്കി. പൊയ്ക്കൊള്ളൂ, സ്വയം കുറ്റപ്പെടുത്തരുത്. ജഗദംബിക എന്നെ രക്ഷിക്കും. അറ്റു തൂങ്ങിക്കിടന്നിരുന്ന കൈ അദ്ദേഹം മുറിപ്പാടിൽ തിരികെ വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അത് ഒട്ടിപ്പിടിച്ചു. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. രക്തസ്രാവം നിലച്ചു. 3 ദിവസം കഴിഞ്ഞ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വരൂ. എൻ്റെ മുറിവ് പരിച്ഛേദം ഉണങ്ങിയതായി കാണാം. അപ്പോൾ പിന്നെ നിനക്ക് കുറ്റബോധം തോന്നുകയില്ല. ഇന്നലെ ഞാനും എൻ്റെ സഹപ്രവർത്തകനും കൂടി പറഞ്ഞ സ്ഥലത്ത് ആകാംക്ഷയോടെ ചെന്നു. സന്യാസി വര്യൻ അവിടെ ഉണ്ടായിരുന്നു. കൈ പരിശോധിക്കാൻ അദ്ദേഹം ഞങ്ങളെ അനുവദിച്ചു. അവിടെ മുറിവിൻ്റെ വടുവോ ലക്ഷണം പോലുമോ ഉണ്ടായിരുന്നില്ല. ഞാൻ ഋഷികേശം വഴി ഏകാന്തത നിറഞ്ഞ ഹിമാലയത്തിലേക്ക് പോകുന്നു. ആ സന്യാസി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് തിടുക്കത്തിൽ യാത്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കൊണ്ട് എൻ്റെ ജീവിതം ധന്യമായി എന്ന് ഞാൻ കരുതുന്നു. ഉദ്യോഗസ്ഥൻ ഭക്തിപാരവശ്യത്തോടെ കഥ പറഞ്ഞു നിർത്തി. ഈ അനുഭവം അയാളെ വളരെ അഗാധമായി സ്പർശിച്ചിരുന്നുവെന്നത് വ്യക്തമായിരുന്നു. ഈ അത്ഭുതത്തെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയുടെ വെട്ടിയെടുത്ത ഭാഗം ഒരു അംഗവിക്ഷേപത്തോടെ അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. റിപ്പോർട്ടറുടെ വളച്ചൊടിച്ച ഉദ്യോഗജനകമായ പത്രങ്ങളുടെ ശൈലിയിലുള്ള വിവരണം. കഷ്ടം, ഭാരതത്തിലും ഇത് കുറവല്ല. അല്പം അതിശയോക്തിപരമായിരുന്നു. അത് സാധുവിൻ്റെ തല മിക്കവാറും അറ്റുപോയിരുന്നുവെന്ന് സൂചിപ്പിച്ചു. തന്നെ പീഡിപ്പിച്ചവരോട് ക്രിസ്തുവിനെപ്പോലെ പൊറുക്കുവാൻ കഴിഞ്ഞ ആ യോഗ്യവരനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അമറും ഞാനും പരിതപിച്ചു. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി ഭൗതിക സമ്പത്തിൽ ഭാരതം ദരിദ്രമാണെങ്കിലും അതിന് ദൈവികമായ സ്വത്തിൻ്റെ ഒരു അക്ഷയനിധിയുണ്ട്. ഈ പോലീസുകാരനെപ്പോലുള്ള ലൗകികർക്ക് പോലും ആത്മീയ അമ്പരചുംബികളെ പാതയോരങ്ങളിൽ ഇടയ്ക്കിടെ ഇവിടെ കാണാൻ കഴിയും. തൻ്റെ ആശ്ചര്യജനകമായ കഥ കൊണ്ട് ഞങ്ങളുടെ മുഷിപ്പ് മാറ്റിയതിന് ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനോട് നന്ദി പറഞ്ഞു. ഒരുപക്ഷെ താൻ ഞങ്ങളെക്കാളും ഭാഗ്യവാനാണെന്ന് അറിയിക്കുകയായിരുന്നിരിക്കും അദ്ദേഹം ചെയ്തത്. അദ്ദേഹമാണെങ്കിൽ വിശേഷിച്ച് പ്രയത്നമൊന്നും കൂടാതെ ഒരു പ്രബുദ്ധനായ യോഗിയെ കണ്ടു. ഞങ്ങളുടെ ആത്മാർത്ഥമായ അന്വേഷണമാകട്ടെ ഒരു ആചാര്യൻ്റെ പാദങ്ങളിലല്ല, മറിച്ച് ഒരു പരുക്കൻ പോലീസ് സ്റ്റേഷനിലാണ് അവസാനിച്ചത്. ഹിമാലയം തൊട്ടടുത്താണെങ്കിലും ഞങ്ങളുടെ ബന്ധനാവസ്ഥയിൽ അത് എത്രയോ അകലെയായിരുന്നു. എനിക്ക് സ്വാതന്ത്ര്യം തേടാൻ അതിശക്തമായ പ്രേരണ തോന്നുന്നുവെന്ന് ഞാൻ അമറിനോട് പറഞ്ഞു. അവസരം കിട്ടുമ്പോൾ നമുക്ക് കടന്നുകളയാം. പുണ്യഭൂമിയായ ഋഷികേശത്ത് നമുക്ക് കാൽനടയായി പോകാം. ഞാൻ ഉത്സാഹത്തോടെ പുഞ്ചിരിച്ചു. പക്ഷേ പണത്തിൻ്റെ ബലമായ ഊന്ന് ഞങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞതോടെ എൻ്റെ കൂട്ടുകാരൻ അശുഭാപ്തി വിശ്വാസിയായി മാറിയിരുന്നു. ഇതുപോലെ അപകടകരമായ കാട്ടുപ്രദേശത്തുകൂടെ ഒരു സാഹസിക യാത്ര തുടങ്ങിയാൽ നാം ചെന്ന് അവസാനിക്കുന്നത് ഋഷീശ്വരന്മാരുടെ നഗരത്തിലായിരിക്കുകയില്ല, പകരം വല്ല കടുവകളുടെയും ഉദരത്തിലായിരിക്കും. അനന്തദായും അമറിൻ്റെ സഹോദരനും 3 ദിവസം കഴിഞ്ഞ് വന്നെത്തി. അമർ തൻ്റെ ബന്ധുവിനെ സ്നേഹത്തോടും ആശ്വാസത്തോടും സ്വീകരിച്ചു. ഞാൻ അനുരഞ്ജനത്തിന് തയ്യാറല്ലായിരുന്നു. അനന്തദായ്ക്ക് നിശ്ചിതമായ ഒരു ശകാരമല്ലാതെ മറ്റൊന്നും എന്നിൽ നിന്ന് കിട്ടിയില്ല. നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ജ്യേഷ്ഠൻ സാന്ത്വനവാക്കുകൾ പറഞ്ഞു. ഒരു സന്യാസി വര്യനെ കാണാൻ വാരാണസിയിൽ എന്നോടൊപ്പം വരാനും അവിടെ നിന്ന് കൊൽക്കത്തയിൽ പോയി
ദുഃഖാതുരനായ അച്ഛൻ്റെ കൂടെ ഏതാനും ദിവസം ചെലവിടാനും മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എന്നിട്ട് ഒരു ഗുരുദേവന് വേണ്ടിയുള്ള നിന്റെ അന്വേഷണം വേണമെങ്കിൽ ഈ സ്ഥലത്ത് പുനരാരംഭിച്ചുകൊള്ളൂ. അവന് ഹരിദ്വാറിലേക്ക് തിരിച്ചുവരാൻ ഉദ്ദേശമൊന്നുമില്ലെന്ന് സംഭാഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ കടന്നുവന്നുകൊണ്ട് അമർ പറഞ്ഞു. ഗാർഹിക സൗഖ്യം ആസ്വദിക്കുകയായിരുന്നു അവൻ. പക്ഷേ ഗുരുവിനു വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘം വാരാണസിക്ക് തീവണ്ടി കയറി. എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് അപൂർവവും തൽക്ഷണവുമായ പ്രതികരണം എനിക്ക് അവിടെ വെച്ച് ലഭിച്ചു. അനന്തത വിദഗ്ധമായ ഒരു പദ്ധതി മുൻകൂട്ടി ആവിഷ്കരിച്ചിരുന്നു. ഹരിദ്വാറിലെത്തി എന്നെ കാണുന്നതിനു മുമ്പ് അദ്ദേഹം വാരാണസിയിൽ തങ്ങി ഒരു വേദപണ്ഡിതനെ എന്നോട് ഒരു കൂടിക്കാഴ്ചയ്ക്കായി ഒരുക്കിയിരുന്നു. സന്യാസിയാകുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് പ്രസ്തുത പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ മകനും കൂടി അനന്തദായോട് ഏറ്റിരുന്നു. അനന്തദ എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചുറുചുറുക്കുള്ള സ്വഭാവക്കാരനായ മകൻ എന്നെ വീട്ടുമുറ്റത്ത് വെച്ച് അഭിവാദനം ചെയ്തു. സുദീർഘമായ ഒരു തത്വചിന്താ പ്രസംഗം കൊണ്ട് അയാൾ എന്നെ തളച്ചു നിർത്തി. ത്രികാലജ്ഞാനം തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ട അയാൾ ഒരു സന്യാസിയാകുക എന്ന എൻ്റെ ആശയത്തെ നിരുത്സാഹപ്പെടുത്തി. നിങ്ങളുടെ നിത്യജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഇട്ടെറിഞ്ഞു പോകുന്നതിൽ ഉറച്ചുനിന്നാൽ നിങ്ങൾ തുടർച്ചയായ ദുരന്തങ്ങൾ നേരിടുകയും നിങ്ങൾക്ക് ഈശ്വരനെ കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യും. ലോകാനുഭവങ്ങളിൽ കൂടിയല്ലാതെ നിങ്ങളുടെ സഞ്ചിത കർമ്മഫലത്തെ ദൂരീകരിക്കാനും കഴിയില്ല. ഭഗവത്ഗീതയിൽ നിന്നുള്ള അനശ്വരമായ വാക്കുകൾ മറുപടിയായി എൻ്റെ ചുണ്ടത്തെത്തി. ഏറ്റവും നിന്ദ്യവാസനകൾ ഉള്ളവർ പോലും എന്നെ നിരന്തരം ധ്യാനിച്ചാൽ അവൻ്റെ കഴിഞ്ഞകാല ദുഷ്കർമ്മങ്ങളുടെ ഫലം വേഗത്തിൽ നശിച്ചു പോകും. ഒരു മഹാത്മാവായി തീർന്ന് വേഗം അവൻ നിത്യശാന്തി നേടുന്നു. ഇത് സുനിശ്ചിതമാണെന്നറിയൂ. എന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല. എന്നാൽ ആ ചെറുപ്പക്കാരൻ്റെ ശക്തിയുക്തമായ പ്രവചനങ്ങൾ എൻ്റെ തൻ്റെയിടം അല്പം ഉലച്ചിരുന്നു. എൻ്റെ ഹൃദയത്തിലെ സകല ഭക്തിയും സമാഹരിച്ച് ഞാൻ നിശബ്ദമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ആശയക്കുഴപ്പം പരിഹരിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ വച്ച് ഇപ്പോൾ തന്നെ ശരിയായ ഉത്തരം തരൂ. ഞാൻ ഒരു സന്യാസിയുടെയോ അതോ ഗൃഹസ്ഥൻ്റെയോ ജീവിതം നയിക്കാനാണോ അങ്ങിച്ഛിക്കുന്നത്? പണ്ഡിതൻ്റെ വീട്ടിൻ്റെ മതിലിനു വെളിയിൽ തേജസ്വിയായ ഒരു സാധു നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ത്രികാലജ്ഞനെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളും ഞാനും തമ്മിലുള്ള വാശിയേറിയ സംഭാഷണം അദ്ദേഹം കേട്ടു എന്നത് സ്പഷ്ടമായിരുന്നു. ആ അപരിചിതൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ശാന്തമായ കണ്ണുകളിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു ശക്തി പ്രവഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. മകനെ, ആ വിവരം കെട്ടവൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട. ഈ ജന്മത്തിൽ നിന്റെ ഒരേ ഒരു പാത സന്യാസത്തിൻ്റേതാണെന്ന് നിനക്കുറപ്പ് നൽകാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മഹാപ്രഭു എന്നോട് അരുളി ചെയ്യുന്നു. സുവ്യക്തമായ ഈ സന്ദേശം ലഭിച്ചപ്പോൾ ആശ്ചര്യത്തിൻ്റെയും കൃതജ്ഞതയുടെയും പുഞ്ചിരി എന്നിൽ വിടർന്നു. അയാളുടെ അടുത്തുനിന്ന് ഇങ്ങ് പോരുക. ആ വിവരം കെട്ടവൻ മുറ്റത്തുനിന്ന് വിളിക്കുകയായിരുന്നു. എൻ്റെ അഭിവന്ദ്യനായ മാർഗദർശി കൈ ഉയർത്തി എന്നെ അനുഗ്രഹിച്ചിട്ട് സാവധാനം നടന്നകന്നു. ആ സന്യാസി നിന്നെപ്പോലെ തന്നെ കെറുക്കനാണ്. നരച്ച മുടിയുള്ള പണ്ഡിതനാണ് ഈ രസകരമായ നിരീക്ഷണം നടത്തിയത്. അയാളും മകനും എന്നെ മ്ലാനതയോടെ നോക്കി നിന്നു. ഈശ്വരനു വേണ്ടി അനിശ്ചിതമായ ഒരു അന്വേഷണത്തിനായി അയാളും വീട് വിട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നടന്നു. ഇനി ഞങ്ങളുടെ ആതിഥേയരുമായി കൂടുതൽ ചർച്ചയ്ക്ക് ഞാനില്ല എന്ന് ഞാൻ അനന്തദായോട് പറഞ്ഞു. ഉത്സാഹം നശിച്ച എൻ്റെ ജ്യേഷ്ഠൻ ഉടൻ യാത്രയാകാൻ സമ്മതിച്ചു. ഞങ്ങൾ
വേഗം കൊൽക്കത്തയ്ക്ക് തീവണ്ടി കയറി. മിസ്റ്റർ ഡിറ്റക്റ്റീവ്, ഞാൻ 2 കൂട്ടുകാരുമായി സ്ഥലം വിട്ടുവന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ എൻ്റെ സജീവമായ ജിജ്ഞാസ അനന്തദായോട് വെളിപ്പെടുത്തി. അദ്ദേഹം കുസൃതിയായി ചിരിച്ചു. അമർ ക്ലാസ് വിട്ടുവെന്നും തിരിച്ചു ചെന്നിട്ടില്ല എന്നും നിന്റെ സ്കൂളിൽ വച്ച് എനിക്ക് മനസ്സിലായി. അടുത്ത ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോയി അടയാളമിട്ട ഒരു റെയിൽവേ സമയവിവര പട്ടിക കണ്ടെടുത്തു. അപ്പോൾ വണ്ടിയിൽ പോകാൻ തുടങ്ങുകയായിരുന്ന അമറിൻ്റെ അച്ഛൻ വണ്ടിക്കാരനോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ മകൻ ഇന്ന് രാവിലെ എന്നോടൊപ്പം സവാരിക്കുണ്ടാവില്ല, അവൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ആ അച്ഛൻ തേങ്ങി. വണ്ടിക്കാരൻ പറഞ്ഞു, അങ്ങയുടെ മകനും മറ്റു 2 പേരും യൂറോപ്യൻ വേഷത്തിൽ ഹൗറ സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി കയറിയെന്ന് എൻ്റെ കൂട്ടുകാരനായ ഒരു വണ്ടിക്കാരനിൽ നിന്ന് ഞാൻ കേട്ടു. അയാൾക്ക് തങ്ങളുടെ തുകൽ ചെരുപ്പ് ദാനം ചെയ്തിട്ടാണ് അവർ പോയത്. അങ്ങനെ എനിക്ക് 3 തുമ്പുകൾ കിട്ടി: സമയവിവര പട്ടിക, 3 ആൺകുട്ടികൾ, ഇംഗ്ലീഷ് വസ്ത്രങ്ങൾ എന്നിവ. ഇടകലർന്ന തമാശയോടും നിരാശയോടുമാണ് അനന്തദായുടെ വെളിപ്പെടുത്തലുകൾ ഞാൻ കേട്ടത്. വണ്ടിക്കാരനോട് കാട്ടിയ ഞങ്ങളുടെ ഔദാര്യം അല്പം അസ്ഥാനത്തായിപ്പോയി. സ്വാഭാവികമായും അമർ അടയാളപ്പെടുത്തിയിരുന്ന എല്ലാ നഗരങ്ങളിലെയും റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കമ്പിയടിക്കാൻ ഞാൻ തിടുക്കത്തിൽ പോയി. അമർ ബറേലി അടയാളപ്പെടുത്തിയിരുന്നതുകൊണ്ട് ഞാൻ നിന്റെ കൂട്ടുകാരൻ ദോരകായ്ക്ക് കമ്പിയടിച്ചു. കൊൽക്കത്തയിലെ നമ്മുടെ അയൽപക്കങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ജതിൻദ ഒരു രാത്രി അവിടെ ഇല്ലായിരുന്നുവെന്നും പക്ഷേ അടുത്ത ദിവസം രാവിലെ യൂറോപ്യൻ വേഷത്തിൽ തിരിച്ചെത്തിയെന്നും ഞാൻ അറിഞ്ഞു. ഞാൻ അവനെ തിരഞ്ഞുപിടിച്ച് അത്താഴത്തിന് ക്ഷണിച്ചു. എൻ്റെ സൗഹൃദഭാവത്തിൽ ആശങ്ക വെടിഞ്ഞ അവൻ ആ ക്ഷണം സ്വീകരിച്ചു. വഴിയിൽ സംശയത്തിനിടകൊടുക്കാതെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ അവനെ നയിച്ചു. ഞാൻ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്ന കാഴ്ചയിൽ ഭയങ്കരരായ അനേകം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവനെ വളഞ്ഞു. അവരുടെ ഭീഷണമായ നോട്ടത്തിൽ ഭയന്ന ജതിൻദ തൻ്റെ ഗൂഢമായ പെരുമാറ്റത്തിൻ്റെ കാരണം വിശദീകരിക്കാമെന്ന് സമ്മതിച്ചു. ഞാൻ ഹിമാലയത്തിലേക്ക് തിരിച്ചത് ഉത്സാഹഭരിതമായ ഒരു ആത്മീയ മനോവൃത്തിയോടെയായിരുന്നു. അവൻ വിശദീകരിച്ചു. ആചാര്യന്മാരെ കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ എന്നിൽ പ്രചോദനം നിറഞ്ഞു. ഹിമാലയ ഗുഹാന്തരങ്ങളിൽ നാം ആത്മനിർവൃതിയിൽ ലയിക്കുമ്പോൾ കടുവകൾ മന്ത്രമുഗ്ധരായി വെറും ഇണങ്ങിയ ചക്കിപ്പൂച്ചകളെപ്പോലെ നമുക്ക് ചുറ്റും ഇരിക്കും എന്ന് മുകുന്ദൻ പറഞ്ഞയുടൻ എൻ്റെ ആവേശം തണുത്തുറഞ്ഞു. എൻ്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. പിന്നീടെന്തുണ്ടാകും ഞാൻ ആലോചിച്ചു. ഞങ്ങളുടെ ആത്മീയ പ്രഭാവത്താൽ കടുവകളുടെ ദുഷ്ടസ്വഭാവം മാറുന്നില്ലെങ്കിൽ അവ ഞങ്ങളോട് വീട്ടുപൂച്ചകളുടെ സ്നേഹത്തോടെ പെരുമാറുമോ? എൻ്റെ മനസ്സിലെ കണ്ണിൽ ഞാൻ എന്നെത്തന്നെ ഏതോ കടുവയുടെ വയറ്റിൽ നിർബന്ധമായെത്തിയ അന്തേവാസിയായി കണ്ടു. അവിടെ പ്രവേശിക്കുന്നതോ ഒന്നായ ശരീരത്തോടെയല്ല, പിന്നെയോ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളുടെ പല കഷ്ണങ്ങളായിട്ട്. ജതിൻദായുടെ അന്തർധാനത്തിൽ എനിക്കുണ്ടായിരുന്ന ദേഷ്യം പൊട്ടിച്ചിരിയിൽ ആവിയായിപ്പോയി. തീവണ്ടിയിൽ വച്ച് ലഭിച്ച ഈ രസകരമായ വിശദീകരണം അയാൾ എനിക്കുണ്ടാക്കിയ തീവ്രമായ മനപ്രയാസത്തിന് മതിയായ പരിഹാരമായി. എനിക്ക് ഒരൽപ്പം സംതൃപ്തിയുടെ തോന്നലും ഉണ്ടായതായി സമ്മതിക്കണം. പോലീസുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് ജതിൻദായും രക്ഷപ്പെട്ടില്ലല്ലോ. അനന്തദ, നിങ്ങൾ ഒരു തനി ഡിറ്റക്റ്റീവ് തന്നെ. എൻ്റെ തമാശ നിറഞ്ഞ നോട്ടം അല്പം രോഷം കലരാത്തതായിരുന്നില്ല. നേരത്തെ വിചാരിച്ചതുപോലെ ചതിക്കണമെന്ന വിചാരമല്ല. ആത്മരക്ഷയെന്ന വിവേകപൂർവമായ ജന്മവാസനയാണ് അയാളെ പ്രേരിപ്പിച്ചത് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് ജതിൻദായോട് ഞാൻ പറയും. കൊൽക്കത്തയിലെ വീട്ടിലെത്തിയപ്പോൾ ഹൈസ്കൂൾ പഠിത്തം മുഴുമിപ്പിക്കുന്നതുവരെയെങ്കിലും എൻ്റെ ഊരു ചുറ്റുന്ന പാദങ്ങളെ നിയന്ത്രിക്കണമെന്ന് അച്ഛൻ ഉള്ളിൽ തട്ടും വിധം അപേക്ഷിച്ചു. ഞാൻ അവിടെ ഇല്ലായിരുന്നപ്പോൾ
അദ്ദേഹം സ്നേഹപൂർവം ഒരു ഗൂഢപദ്ധതി തയ്യാറാക്കിയിരുന്നു. ആത്മജ്ഞാനിയായ സ്വാമി കേവലാനന്ദനെ എൻ്റെ വീട്ടിൽ പതിവായി വരാൻ അദ്ദേഹം ഏർപ്പാട് ചെയ്തു. ഈ പുണ്യാത്മാവ് നിന്റെ സംസ്കൃതം അധ്യാപകനായിരിക്കും, എൻ്റെ അച്ഛൻ ആത്മവിശ്വാസത്തോടെ വെളിപ്പെടുത്തി. പണ്ഡിതനായ ഒരു ദാർശനികനിൽ നിന്നുള്ള പ്രബോധനം കൊണ്ട് എൻ്റെ ആധ്യാത്മിക വാഞ്ഛകളെ തൃപ്തിപ്പെടുത്താമെന്ന് അച്ഛൻ ആശിച്ചു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. പുതിയ അധ്യാപകൻ ബുദ്ധിപരമായ ശുഷ്കതകൾ വച്ചുനീട്ടുന്നതിന് പകരം എൻ്റെ ആത്മീയാഭിലാഷങ്ങളെ ഉദ്ദീപിപ്പിക്കുകയാണ് ചെയ്തത്. സ്വാമി കേവലാനന്ദൻ ലാഹിരി മഹാശയൻ്റെ ഒരു ശ്രേഷ്ഠ ശിഷ്യനായിരുന്നുവെന്നത് അച്ഛനറിയാമായിരുന്നില്ല. തൻ്റെ ദൈവികമായ കാന്തശക്തിയുടെ അപ്രതിരോധിതയാൽ നിശബ്ദം തന്നിലേക്ക് ആകർഷിക്കപ്പെട്ട ആയിരക്കണക്കിന് ശിഷ്യന്മാർ ആ അതുല്യ ഗുരുവിന് ഉണ്ടായിരുന്നു. ലാഹിരി മഹാശയൻ കേവലാനന്ദജിയെ പലപ്പോഴും ഋഷിയായി ചിത്രീകരിച്ചിരുന്നു. ഇടതൂർന്ന മുടിച്ചുരുളുകൾ എൻ്റെ അധ്യാപകൻ്റെ സുന്ദരമായ മുഖത്തെ വലയം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കറുത്ത കണ്ണുകൾ നിഷ്കളങ്കമായിരുന്നു, ഒരു കുഞ്ഞിൻ്റേതുപോലെ സുതാര്യവും. അദ്ദേഹത്തിൻ്റെ ശരീരം മെലിഞ്ഞിരുന്നു. അതിൻ്റെ ചലനങ്ങൾ എല്ലാം ശാന്തവും ശ്രദ്ധാപൂർണവുമായിരുന്നു. സദാ സൗമ്യനും സ്നേഹമയനുമായ അദ്ദേഹം അനന്തതാബോധത്തിൽ നിത്യപ്രതിഷ്ഠനായിരുന്നു. ഒന്നിച്ച് സന്തോഷകരമായി കഴിഞ്ഞ സമയത്തിൻ്റെ അധിക ഭാഗവും ക്രിയാധ്യാനത്തിലാണ് ഞങ്ങൾ ചെലവഴിച്ചത്. സ്വാമി കേവലാനന്ദൻ പുരാതന ശാസ്ത്രഗ്രന്ഥങ്ങളിൽ അവഗാഹം നേടിയ പ്രമുഖ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹത്തിന് ശാസ്ത്രി മഹാശയൻ എന്ന അപരനാമം സമ്പാദിച്ചു കൊടുത്തു. ആ നാമധേയത്തിലാണ് അദ്ദേഹം സാധാരണയായി സംബോധന ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ സംസ്കൃതത്തിൽ എൻ്റെ പാണ്ഡിത്യത്തിൻ്റെ പുരോഗതി എടുത്തു പറയത്തക്കതായിരുന്നില്ല. കിട്ടിയ അവസരങ്ങളെല്ലാം ശുഷ്കമായ വ്യാകരണത്തെ ഉപേക്ഷിച്ച് യോഗശാസ്ത്രത്തെയും ലാഹിരി മഹാശയനെയും പറ്റി സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു ദിവസം എൻ്റെ അധ്യാപകൻ ആ ഗുരുവിനോടൊത്തുള്ള തൻ്റെ ജീവിതത്തെപ്പറ്റി ചിലതൊക്കെ പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അസുലഭ ഭാഗ്യാതിരേകം കൊണ്ട് ലാഹിരി മഹാശയനോടൊപ്പം 10 വർഷം കഴിയുവാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വാരാണസിയിലെ വീട് എൻ്റെ രാത്രികാല തീർത്ഥയാത്രകളുടെ ലക്ഷ്യസ്ഥാനമായിരുന്നു. 2ാമത്തെ നിലയിൽ മുൻവശത്തെ കൊച്ചുമുറിയിൽ ഗുരുദേവൻ എപ്പോഴും ഉണ്ടാകും. തടികൊണ്ടുള്ള ചാരില്ലാത്ത ഒരു പീഠത്തിൽ അദ്ദേഹം പദ്മാസനത്തിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ മുന്നിൽ അർദ്ധവൃത്താകൃതിയിൽ അദ്ദേഹത്തെ വലയം ചെയ്ത് ഇരുന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദിവ്യമായ പരമാനന്ദത്തിൽ നൃത്തമാടി തിളങ്ങി. അനന്താനന്ദത്തിൻ്റെ തലങ്ങളിലേക്ക് ഉൾക്കണ്ണിലൂടെ ഉറ്റുനോക്കിക്കൊണ്ട് അവ എപ്പോഴും പാതി അടഞ്ഞിരിക്കും. അപൂർവമായേ അദ്ദേഹം ദീർഘമായി സംസാരിച്ചിരുന്നുള്ളൂ. തൻ്റെ സഹായം ആവശ്യമുള്ള ശിഷ്യനിൽ ഇടയ്ക്കിടെ അവ കേന്ദ്രീകരിക്കും. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രവാഹം പോലെ ആശ്വാസവചനങ്ങൾ ഒഴുകുകയായി. ഗുരുദേവൻ ഒന്നു നോക്കിയാൽ അവാച്യമായ ഒരു ശാന്തി എൻ്റെ ഉള്ളിൽ പൂവണിയും. അനന്തതയുടെ താമരയിൽ നിന്നെന്ന പോലെ അദ്ദേഹത്തിൻ്റെ സുഗന്ധം എന്നിൽ വ്യാപരിക്കും. ദിവസങ്ങളോളം ഒരു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുകയെന്നത് എൻ്റെ സത്തയെ സമ്പൂർണമായി പരിവർത്തനം ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു. എൻ്റെ ഏകാഗ്രതയുടെ പാതയിൽ അദൃശ്യമായ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ഞാൻ ഗുരുപാദങ്ങളിൽ ധ്യാനനിരതനാകും. അവിടെ ഏറ്റവും സൂക്ഷ്മതമമായ അവസ്ഥകൾ പോലും എളുപ്പത്തിൽ എൻ്റെ പിടിയിൽ ഒതുങ്ങുമായിരുന്നു. അത്തരത്തിലുള്ള ജ്ഞാനദർശനങ്ങൾ കുറേക്കൂടി എളിയ ആചാര്യന്മാരുടെ സന്നിധിയിൽ എനിക്ക് അപ്രാപ്യമായിരുന്നു. എല്ലാ ശിഷ്യന്മാർക്കും ഭക്തിയിലൂടെ പ്രവേശിക്കാവുന്ന രഹസ്യവാതിലുകൾ തുറന്നിട്ടിരുന്ന ഈശ്വരൻ്റെ ജീവൻ തുടിക്കുന്ന ഒരു ദേവാലയമായിരുന്നു ഗുരുദേവൻ. ലാഹിരി മഹാശയൻ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച് വേദശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആളായിരുന്നില്ല. ദൈവിക ഗ്രന്ഥശേഖരത്തിൽ
അദ്ദേഹം അനായാസമായി നിമഗ്നനായി. അദ്ദേഹത്തിൻ്റെ സർവജ്ഞത്വത്തിൻ്റെ ജലധാരയിൽ നിന്ന് വാക്കുകളുടെ നുരയും പതയും ചിന്തകളുടെ ജലകണങ്ങളും ശക്തിയായി ഒഴുകി. യുഗങ്ങളായി വേദങ്ങളിൽ ഒളിഞ്ഞിരുന്ന അഗാധമായ ദാർശനിക ശാസ്ത്രവിജ്ഞാനം തുറന്ന് വെളിയിൽ കൊണ്ടുവരുന്നതിനുള്ള മാന്ത്രിക താക്കോൽ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത ബോധതലങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം പുഞ്ചിരിയോടെ സമ്മതിക്കും. ഞാനിപ്പോൾ ആ ബോധതലങ്ങളിൽ കൂടി കടന്നുപോയിട്ട് എന്ത് കാണുന്നുവെന്ന് പറയാം. അങ്ങനെ വേദഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് സ്വാനുഭവമില്ലാത്ത ആശയങ്ങൾ വിളമ്പുന്ന അധ്യാപകരിൽ നിന്ന് തികച്ചും വിഭിന്നനായിരുന്നു അദ്ദേഹം. നിനക്ക് അർത്ഥം തോന്നുന്ന രീതിയിൽ ഈ വിശുദ്ധ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കൂ. മിതഭാഷിയായ ഗുരുദേവൻ പലപ്പോഴും ഇങ്ങനെ ഒരു നിർദ്ദേശം അടുത്തിരിക്കുന്ന ഒരു ശിഷ്യന് നൽകുമായിരുന്നു. ശരിയായി വ്യാഖ്യാനിക്കാൻ ഞാൻ നിന്റെ ചിന്തകളെ നയിക്കാം. ഈ രീതിയിൽ തൻ്റെ ശിഷ്യന്മാരുടെ അതിവിശദമായ ഭാഷ്യത്തോടുകൂടി ലാഹിരി മഹാശയൻ്റെ ധാരാളം ഉൾക്കാഴ്ചകൾ രേഖപ്പെടുത്താൻ ഇടയായി. ഗുരുദേവൻ അന്ധമായ വിശ്വാസം ഒരിക്കലും ശുപാർശ ചെയ്തില്ല. വാക്കുകൾ പുറന്തോട് മാത്രമാണ്. നിങ്ങളുടെ സ്വന്തം ധ്യാനത്തിലെ ആനന്ദകരമായ സമ്പർക്കത്തിലൂടെ ഈശ്വര സാന്നിധ്യത്തിൽ ഉറച്ച വിശ്വാസം സമ്പാദിക്കുക, അദ്ദേഹം പറഞ്ഞു. ശിഷ്യന്റെ പ്രശ്നം എന്തുതന്നെയായാലും പരിഹാരമായി ഗുരുദേവൻ ഉപദേശിച്ചത് ക്രിയായോഗം ആയിരുന്നു. നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ ഞാൻ ഈ ശരീരത്തിൽ ഇല്ലാതെയാകുമ്പോഴും ഈ യോഗമാർഗത്തിൻ്റെ ഫലദായകത്വം നഷ്ടപ്പെടുകയില്ല. പ്രചോദനാത്മകമായ പ്രമാണങ്ങൾ പോലെ പുറം ചട്ടയിൽ പൊതിഞ്ഞ് ഫയലിൽ തിരികെ മറക്കപ്പെടേണ്ടതല്ല ഈ സങ്കേതം. ക്രിയയുടെ ശക്തി അനുഷ്ഠാനത്തിലാണിരിക്കുന്നത്. ക്രിയയിലൂടെ നിങ്ങളുടെ വിമോചനത്തിൻ്റെ പാതയിൽ നിരന്തരം മുന്നേറുക. ഈശ്വര അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവയിൽ സ്വപ്രയത്നത്താലുള്ള മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഫലവത്തായ പദ്ധതിയെന്ന് ഞാൻ കരുതുന്നതും ക്രിയ തന്നെയാണ്. ആത്മാർത്ഥമായ ഈ സാക്ഷിപത്രത്തോടെ സ്വാമി കേവലാനന്ദൻ തൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. എല്ലാ മനുഷ്യരിലും നിർലീനനായ സർവശക്തൻ ലാഹിരി മഹാശയൻ്റെയും അദ്ദേഹത്തിൻ്റെ അനേകം ശിഷ്യന്മാരുടെയും ദേഹത്തിൽ അതിൻ്റെ അനുഷ്ഠാനത്തിലൂടെ കാണപ്പെട്ട അവതാരമായി തീർന്നു. വിസ്മയകരമായ ഒരു ദിവ്യാത്ഭുതം കേവലാനന്ദ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ലാഹിരി മഹാശയൻ കാട്ടി. ഞങ്ങളുടെ മുന്നിലെ മേശമേലുണ്ടായിരുന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്ന് എത്രയോ അകലെയായിരുന്ന കണ്ണുകളോടെ എൻ്റെ പുണ്യാത്മാവായ അധ്യാപകൻ ഒരു ദിവസം ആ കഥ വിവരിച്ചു. രാമു എന്ന അന്ധനായ ഒരു ശിഷ്യൻ എൻ്റെ അനുകമ്പ ശക്തമായി ഉണർത്തി. ഈശ്വര ചൈതന്യം തന്നിൽ പൂർണ്ണമായി ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ഗുരുദേവനെ വിശ്വസ്തയോടെ സേവിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പ്രകാശം വേണ്ടെന്നോ? ഒരു പ്രഭാതത്തിൽ ഞാൻ രാമുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പനയോല വിസറികൊണ്ട് ഗുരുദേവനെ മണിക്കൂറുകളോളം ക്ഷമയോടെ വീശിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ഭക്തൻ മുറിവിട്ടപ്പോൾ ഞാൻ അവനെ പിന്തുടർന്നു. രാമു, നീ എത്ര കാലമായി അന്ധനായിട്ട്? എൻ്റെ ജനനം മുതൽ പ്രഭു. സൂര്യനെ കാണുവാനുള്ള ഭാഗ്യം ഒരിക്കലും എൻ്റെ കണ്ണുകൾക്കുണ്ടായിട്ടില്ല. നമ്മുടെ സർവശക്തനായ ഗുരുദേവന് നിന്നെ സഹായിക്കാൻ കഴിയും. ഒന്ന് അപേക്ഷിച്ചു നോക്കൂ. അടുത്ത ദിവസം രാമു മടിച്ചു ലാഹിരി മഹാശയന്റെ സമീപമെത്തി. തനിക്ക് ധാരാളമായി ലഭിച്ചിരിക്കുന്ന ആത്മീയ സമ്പത്തിൻ്റെ പുറമേ ഭൗതിക നേട്ടം കൂടി തരണമെന്നാവശ്യപ്പെടാൻ രാമുവിന് ലജ്ജ തോന്നി. ഗുരുദേവ, പ്രപഞ്ചത്തിന് വെളിച്ചം നൽകുന്നവൻ അങ്ങിലുണ്ട്. തേജസ് കുറഞ്ഞ സൂര്യപ്രകാശം എനിക്ക് ദർശിക്കത്തക്ക വിധം അവൻ്റെ പ്രകാശം എൻ്റെ കണ്ണുകൾക്ക് നൽകാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രാമു, ആരോ എന്നെ ബുദ്ധിമുട്ടിക്കാനായി തുനിഞ്ഞിരിക്കുകയാണ്. എനിക്ക് രോഗവിമോചക ശക്തി ഒന്നുമില്ല. പ്രഭു,
അങ്ങിലുള്ള ഈശ്വരശക്തിക്ക് തീർച്ചയായും രോഗവിമോചനം തരാനാകും. വാസ്തവത്തിൽ അതിന് വ്യത്യാസമുണ്ട് രാമു. ഈശ്വരന് അതിരുകളില്ല. നക്ഷത്രങ്ങളെയും ശരീരകോശങ്ങളെയും ദുർഗ്രാഹ്യമായ ജീവസ്ഫുലിംഗങ്ങളാൽ ഉജ്ജ്വലിപ്പിക്കുന്ന അദ്ദേഹത്തിന് നിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയുടെ പ്രകാശം തരാൻ നിശ്ചയമായും സാധിക്കും. ഗുരുദേവൻ രാമുവിൻ്റെ തിരുനെറ്റിയിൽ തൊട്ടു. നിന്റെ മനസ്സ് അവിടെ ഏകാഗ്രമാക്കൂ. രാമനാമം 7 ദിവസം തുടരെ ജപിക്കൂ. സൂര്യപ്രകാശത്തിൻ്റെ ഉജ്ജ്വല ശോഭ ഒരു പുതിയ പ്രഭാതം നിനക്ക് നൽകും. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പ്രകൃതിയുടെ സുന്ദരമുഖം രാമു ആദ്യമായി ദർശിച്ചു. അവൻ്റെ ഇഷ്ടദേവതയായ ശ്രീരാമൻ്റെ തന്നെ നാമം ജപിക്കാൻ സർവജ്ഞനായ ഗുരുദേവൻ പിഴപറ്റാത്ത നിർദ്ദേശം നൽകി. ഗുരുദേവൻ നിത്യമായ രോഗവിമോചനത്തിൻ്റെ ശക്തമായ ബീജങ്ങൾ അങ്കുരിപ്പിച്ചത് ഭക്തി കൊണ്ട് ഉഴുതുമറിച്ച രാമുവിൻ്റെ വിശ്വാസമെന്ന മണ്ണിലായിരുന്നു. കേവലാനന്ദൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. എന്നിട്ട് തൻ്റെ ഗുരുദേവന് വീണ്ടുമൊരു ആദരാഞ്ജലി അർപ്പിച്ചു. ലാഹിരി മഹാശയൻ്റെ ഓരോരോ അത്ഭുത പ്രവൃത്തികളിലും താനാണ് കർത്താവെന്ന അഹങ്കാരം കടന്നുവരാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചിരുന്നില്ലയെന്ന് വ്യക്തമായിരുന്നു. ഈശ്വരനെന്ന പരമരോഗവിമോചക ശക്തിക്ക് പരിപൂർണമായി ആത്മസമർപ്പണം ചെയ്തിരുന്ന അദ്ദേഹം തന്നിലൂടെ അതിന് ഒരു തടസ്സവുമില്ലാതെ ഒഴുകാൻ വഴിയൊരുക്കി. ലാഹിരി മഹാശയനിലൂടെ അത്ഭുതകരമായ രോഗശാന്തി നേടിയ എത്രയോ ശരീരങ്ങൾ ഒടുവിൽ ശവദാഹത്തിൽ അഗ്നിക്കിരയാകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച നിശബ്ദമായ ആത്മീയ നവോത്ഥാനവും അദ്ദേഹം വളർത്തിയെടുത്ത ഈശ്വരസദൃശരായ ശിഷ്യരുമാണ് അദ്ദേഹത്തിൻ്റെ അനശ്വരമായ ദിവ്യാത്ഭുതങ്ങൾ. ഞാൻ ഒരിക്കലും ഒരു സംസ്കൃത പണ്ഡിതനായില്ല. ദിവ്യതരമായ ഒരു വ്യാകരണമാണ് കേവലാനന്ദൻ എന്നെ പഠിപ്പിച്ചത്.